ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് സ്കിൽ ടെസ്റ്റ് ചലഞ്ച്. അതെ ഗൈസ്, ഇന്നും ഒരു ചലഞ്ചാണ് ഗൈസ്. അപ്പൊ നമ്മള് നേരെ ചലഞ്ചിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പോവാൻ വിളിക്കുക. ഗൈസ്, അപ്പൊ ചലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാല് നമുക്ക് കുറച്ച് ടാസ്കുകൾ ഉണ്ടാവും. അതായത് സ്കിൽഡായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഓരോരോ സ്കില്ലുണ്ടല്ലോ. നിങ്ങൾക്ക് മല ചുമക്കാനുള്ള കഴിവുണ്ട്, മടിയനായതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള ഓരോരോ കഴിവുകൾ ഓരോരുത്തർക്കും ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിന് പുറത്തെടുക്കാൻ പോവാം. നമ്മള് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏറ്റവും ഫാസ്റ്റിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ആർക്കാണ് ചെയ്യാൻ പറ്റുന്നത് അവരായിരിക്കും ഇന്നത്തെ ചാലഞ്ചിന്റെ വിന്നർ. വിന്നറിനെല്ലാം തരുവോ? എന്താ തരണ്ടേ? എന്താ വെക്കാ? നമുക്ക് ക്യാഷ് പ്രൈസ് വേണോ? ഒന്നുമില്ല, ഏറ്റവും കൂടുതൽ സ്കില്ലുള്ള വ്യക്തിയായിട്ട് പ്രഖ്യാപിക്കും. നീ വേണോ? പറ. എന്ത് അപ്പൊ നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ സ്കില്ല് ടെസ്റ്റ് ചെയ്യാൻ പോവാ. അപ്പൊ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്ലാസിനകത്തേക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. വാട്ടർ പോറിംഗ് ചലഞ്ച് ആണ്. പക്ഷെ ഞാൻ വാട്ടർ വാട്ടർ പോറിംഗ് ചലഞ്ച്. ഓക്കെ, എന്താ പറഞ്ഞു എന്തോ. അത് വേണ്ട, വേണ്ട വേണ്ട. ഓക്കെ, വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഓക്കെ, അത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. അപ്പൊ ഫസ്റ്റ് ടാസ്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ആദ്യമേ പറഞ്ഞ നമുക്ക് ടാങ്ക് കലക്കാം, കാരണം ക്ഷീണിക്കുമ്പോ നമുക്ക് കുടിക്കാമല്ലോ. പക്ഷെ ഇത് ഇഷ്ടമായി മഞ്ഞപ്പൊടി കലക്കിക്കൊണ്ട് വെച്ചേക്കുവാ. ഞാൻ ടീഷർട്ടിന്റെ കളർ അതുകൊണ്ടാണ്. ഗൈസ്, അപ്പൊ നമ്മൾ ഈ ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണത് അറിയോ? അറിയാലോ, എല്ലാരും ഇത് സിംഗിൾ ആയിട്ട് ഈ ചലഞ്ച് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ എഞ്ചിനാണ് സ്റ്റാർട്ടായി. ഗൈസ്, അപ്പൊ നമ്മള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ച് ആരാണോ ഒഴിച്ചിട്ട് അവസാനം തറയിൽ പോകുന്നത്, ഒഴിക്കുമ്പോഴാണ് തറയിൽ പോകുന്നത്, അവർ ഈ ഗെയിമിൽ നിന്നും അല്ലെ ഈ ടാസ്കിൽ നിന്നും അറിയത്തില്ലായിരുന്നല്ലോ. സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. അങ്ങോട്ട് ഒഴിക്കുക. ഇടതകൈ വാക്കല്ല, ഇപ്പൊ വലതകയിലേക്ക് കയറും. എന്തിനാണോ ഇത്ര പിശുക്ക്? ഗൈസ്, വെള്ളം ഒഴിക്കാൻ വലിയ സ്കില്ലുള്ളവരല്ലോ. തട്ടല്ലേ, ഇതില് തട്ടല്ലേ. അതെ, എനിക്ക് ഒഴിക്കാനും കൂടെ ഉള്ള സ്പേസ് തട്ടല്ലേ, ഇത് തട്ടല്ലേ, കാലം മാറ്റി ടേബിളിൽ തട്ടല്ലേ. പോത്തില്ല, നിനക്ക് ആ സ്കില്ല് വളരെ കൂടുതലായത് കാരണം പോത്തില്ല. പോയില്ല. അവിടെ കൊണ്ട് വെക്കണ്ട. പിന്നെ അത് വെക്കുന്ന എവിടെ വെക്ക? ഇല്ല, ഞാൻ വെള്ളത്തിൽ ഊതിയിട്ടില്ല. കുറച്ച് എയർ ഒഴിക്കണ. മൊത്തം ഒഴിച്ചോ? അതവിടെ വെക്കണ്ട, കുലുങ്ങുന്നുണ്ടെന്ന്. അല്ല, വെച്ചേക്കട്ടെ. വെക്കുന്നില്ല, നീ വെച്ചേക്കാം. ഒഴിക്കാൻ വേണ്ട, അത് വീഴുന്നില്ല കേട്ടോ. അതിന്റെ നേരത്തെ കോർപ്പറേഷനിൽ 2 തുള്ളിയെ വീണുള്ളായിരുന്നു. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കുറച്ചുകൂടെ ഒഴിക്കണം. അതിനി പോകും. ഇനി ആ കുട്ടി ക്ലാസ്സിനകത്ത് പോകും. ഇത്ര പിശുക്കുണ്ടോ? കുറച്ച് നേരം ഒഴി. ഞാനല്ല തട്ടി. ഞാൻ കഴിച്ചാൽ എന്തായാലും അയ്യോ. ഇത് ഇതിന് ജല്ലി ഗോപുരം വന്ന പോലെ ഉണ്ടല്ലോ. പോയി. ഇല്ല, പോയി. എന്തേ? ഇപ്പൊ പോവായിരിക്കും. പോയി, തീർന്നു. ഇതിപ്പോ മണ്ടക്കിലെ ബോർഡ് പോലെ പോകും. ഇല്ല, പോയില്ല. അങ്ങനല്ല, ക്ലാസ്സിൽ നിന്ന് അതിൽ വീണില്ല. നീ അങ്ങനെ പറയല്ലേ. വീഴത്താ. ഇല്ല,
വെള്ളം ഗ്ലാസ്സിൽ വീഴുന്നു. എന്റെ ഗ്ലാസ്സിന്റെ പുറത്തൂടെ ഒഴുകുന്നുണ്ട് കേട്ടോ. പിന്നെ നീ അപ്പോ ഈ ടാസ്കിൽ നിന്ന് വിജയിച്ചിരിക്കുന്നു. ഗൈസ് അപ്പോ നിങ്ങള് കണ്ടിട്ടുണ്ടാവും എന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഹെയർ ഞാൻ വെട്ടി തന്നെ വെറുതെ കൊണ്ട് പൈസ കൊടുത്ത്. ഗൈസ് നമുക്ക് അടുത്ത ടാസ്കിലേക്ക് പോകാം ഗൈസ്. അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് കേട്ടോ ഇത്. എന്താ നല്ല അടിപൊളിയായിട്ട് പഴുത്തങ്ങ് ഏറ്റവും പറ്റിയ റോബസ്റ്റാ. അതെ ഗൈസ്, നമ്മള് ആരാണ് ആദ്യം ഇതിന്റെ തൊലിയോട് തിന്നാൻ കുഴപ്പമില്ല, ആരാണ് ഫസ്റ്റ് തിന്നുന്നത്? തൊലിയോട് ഞാൻ തിന്നത്തില്ല, ഇങ്ങള് വല്ല ആട് വല്ലതും ആയിരിക്കും ഗൈസ്. അപ്പൊ ആരാണ് ഇതിന്റെ തൊലി കഴിഞ്ഞ് ഫസ്റ്റിലെ ഈ പഴം കഴിച്ചു തീർക്കുന്നത് അവരായിരിക്കും ഈ ടാസ്കിലെ വിജയ്. പഴുത്താണ് അറ്റം പറ്റിയത്, അതുകൊണ്ട് ഇത് ഉലിക്കുമ്പോ തന്നെ ഉലിക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ തൊലിയോട് തിന്നാലും കുഴപ്പമില്ല. നീ തിന്നോ തൊലിയോടെ, എങ്ങനെ ചവച്ച ചങ്ങ തിന്നെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകെ. അയ്യോ പൊട്ടിപ്പോയി. അങ്ങനെ ഞാൻ കഴിഞ്ഞു. ആസ്വദിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിച്ചു പോയി ഗൈസ്. അപ്പോ ഈ ടാസ്കിൽ ഞാൻ വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലോട്ട് വന്നിരിക്കുകയാണേ. മൂന്നാമത്തെ റൗണ്ട് എന്താണെന്ന് വെച്ചാൽ സൂചിയും നൂലും. ഇതിലെന്തായാലും പൊന്നെ പോട്ടും, കാരണം പ്രായം കൂടുതലായതുകൊണ്ടും കണ്ണ് കാണാത്തത് കൊണ്ടും ഇതിൽ തോക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സൂചി നൂലും കുറയ്ക്കാൻ സൂചി നൂലും കോർക്കാൻ ഞാൻ എക്സ്പെർട്ട് അല്ല. ഓക്കെ, അപ്പോ റെഡി. മുമ്പ് പഴത്തിന്റെ ഏമ്പക്കം വരുന്നു. 2, 3 സ്റ്റാർട്ട്. ഒരാളുടെ വർക്കിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി പാടില്ല. എനിക്കൊരു 10 സെക്കൻഡെങ്കിലും ഞാൻ പറഞ്ഞില്ല, പ്രായം എനിക്ക് കണ്ണ് കാണത്തില്ല. ഞാൻ എടുത്തിട്ട് പോലും ഇല്ലായിരുന്നോ? ഇനി എന്തിനാ 10 സെക്കൻഡ് പ്ലീസ്. അരമണിക്കൂർ പറഞ്ഞാൽ ശരിയാണ്, ഈ കണ്ണൊന്നും അരമണിക്കൂർ എടുത്തോ, കുഴപ്പമില്ല. എനിക്കൊരു 10 സെക്കൻഡ് കൂടെ കിട്ടുന്നത് ഞാൻ ചെയ്തേ. എനിക്ക് അങ്ങനെ കിട്ടിയത് അപ്പൊ നമ്മുടെ അടുത്ത ടാസ്ക് എന്താ അറിയോ? വട്ടയിൽ കൂടോത്രം. എന്താടി ഗൈസ്, അപ്പൊ നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാല് പുഴുങ്ങിയ മുട്ട അതിന്റെ തോട് പൊട്ടിച്ച് ആരാദ്യം കഴിച്ച് തീർക്കുന്നോ അത് കംപ്ലീറ്റ് ആയിട്ട്, അതായത് തോട് പൊട്ടിച്ച് അതിന്റെ യെല്ലോയും വൈറ്റും എല്ലാം കംപ്ലീറ്റ് കഴിച്ച് തീർക്കുന്നതാണോ അവര് ഈ ടാസ്ക് തൂക്കും. ഉറപ്പാണോ? തൂക്കാനുണ്ടോ? ഇത് കഴിഞ്ഞിട്ട് തിന്നിട്ട് എനിക്കിപ്പോ സംശയം ചെയ്യാൻ വേണ്ടിട്ട് മുട്ട തോടോടെ വിഴുങ്ങോ? കയ്യിലെടുത്ത് വെക്കല്ല, പ്ലേറ്റ് വെക്ക്. ഇതിന് ഇതെങ്ങനെ കടിച്ചാ പൊട്ടിക്കണോ? അങ്ങനെ പൊട്ടിക്കാൻ പറ്റില്ല. മറ്റൊരാളെ തടസ്സപ്പെടുത്താൻ പറ്റത്തില്ലേ? എന്റെ മുട്ട മൊത്തത്തിൽ ചിന്നിച്ചേതറി. മറ്റൊരാളുടെ വർക്കിനെ തടസ്സപ്പെടുത്താൻ പറ്റത്തില്ലേ? എനിക്ക് ഒരു സെക്കൻഡ്, എന്റെ മുട്ടയൊക്കെ ചളങ്ങി. അതെന്ത് തോട് പൊളിക്കിട്ടാ എന്തുവാണ് ഞാൻ ഇങ്ങനെ തൊണ്ടക്കുരി ചത്തു ഭയങ്കര എന്തുവാണോ എനിക്ക് മുട്ടയുടെ തോടും പൊട്ടിക്കാറിയത്തില്ലെന്ന് ഞാൻ ഇപ്പഴാ അറിയുന്നത്. പിന്നെ ചിരിക്കില്ല, മുട്ട വാങ്ങിട്ടുണ്ട് അത് ഫുള്ള് ഇറങ്ങാൻ, മുട്ട വാങ്ങിട്ടുണ്ട് ചിരിക്കാൻ പറ്റത്തില്ല. മോനെ എന്തോ ആൾക്കാര് എടാ നമ്മള് ഞാൻ വിൻ ചെയ്തു ഗൈസ്. ഇച്ചിരി വെള്ളം കുടിച്ചോ. അപ്പൊ ഗൈസ്
ഈ പാർട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കുള്ള ചാലഞ്ചാണ്. അപ്പൊ നമ്മുടെ അടുത്ത ടാസ്ക് എന്താ അറിയോ? ഇരുന്ന് മൂട് തേഞ്ഞ് അങ്ങനെ അതെ ഗൈസ്, ഇനി അപ്പൊ നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാല് ഷർട്ട് വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഷർട്ട് ഇടണം. അത് നമ്മളിപ്പോ കൊണ്ടുവന്ന ഷർട്ട് എന്ന് പറഞ്ഞാൽ തലതിരിച്ചിട്ടിട്ട് അതിനകത്ത് ഹാങ്ങർ ഇട്ട് ഫുൾ ബട്ടൺ ഇട്ടാട്ടോ നമ്മൾ ഷർട്ട് എടുത്തേക്കുന്നത്. ഇല്ല, ബട്ടൺസ് എല്ലാം റിമൂവ് ചെയ്ത് ഷർട്ട് ബട്ടൺസ് എല്ലാം റിമൂവ് ചെയ്ത് കളയണം. ആരാണ് ഫസ്റ്റ് ധരിക്കുന്നത്? കൈ ഒന്നും മടക്കണ്ട, കൈ മടക്കണ്ട. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഈ ഷർട്ട് ഈ ബട്ടൺ എല്ലാം അഴിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് ആരാണോ ഫസ്റ്റില് ഈ ഷർട്ട് ഇട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് അവർ ഈ ടാസ്ക് വിൻ ചെയ്യും. അത്രേ എനിക്ക് പറയാനുള്ളൂ. റെഡി, 1 2 3 സ്റ്റാർട്ട്. നീ തീർന്നു. അങ്ങനെയല്ല. നീ എവിടെ പോവാ? ഇവിടെ വാ. ഇല്ല, ബട്ടൺ ഇല്ല. ഉണ്ട് ഗൈസ്. വാശിയേറിയ മത്സരം. നീ ജയിച്ചു വന്നു ഗൈസ്. കൈ മടക്കണം കേട്ടോ. ഫുൾ ബട്ടൺ ആണേ. അതായത് ഫുൾ ബട്ടൺ എന്ന് പറയുമ്പോ കോളർ ബട്ടൺ ഇട്ടിട്ടും കുഴപ്പമില്ല കേട്ടോ. കോളർ ബട്ടൺ രണ്ട് അങ്ങോട്ട് തീരുന്നില്ല. കൈക്ക് എത്ര നീളമാവും ഗൈസ്? ഞാനും കഴിഞ്ഞു. പക്ഷെ ഇത് നോക്ക് ഗൈസ്, ഇത് ഒരുമാതിരി അടയ്ക്ക മറ്റേ ഇവിടെ ചുരുക്കി വെച്ചേക്കുന്ന കൈ. ഇത് ഓക്കെ. സെറ്റ് അല്ല ഗൈസ്? അങ്ങ് ജയിച്ച് അത്രയല്ലേ ഉള്ളു. കൊല്ലു എന്നെ ഈ ചാത്താൻ ഷർട്ട് ഇട്ട് തന്നെ എനിക്ക് ചൊറിയുന്നു. കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയും കടുകും. അരിയുടെ കൂട്ടത്തിൽ നിന്ന് കടുക് വേർതിരിച്ചെടുക്കും. ആരാണോ ഫസ്റ്റ് പ്ലേറ്റിലുള്ള ഫുൾ കടുകും വേർതിരിച്ച് മാറ്റുന്നത് ആളായിരിക്കും ഇതിനകത്ത് വിന്നർ. കറുത്ത പ്ലേറ്റും കൂടെ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കറുത്ത പ്ലേറ്റ്. കൈ കയറാം. ഇത് ഇച്ചിരി ടഫാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാ. കുറച്ചും കൂടി ഇടത്തില്ലായിരുന്നു. നിനക്ക് എന്നോട് ചോദിച്ചാണ്. ഒരു കൈ യൂസ് ചെയ്യാൻ പാടില്ലേ? ഞാൻ ഒരു കൈ യൂസ് ചെയ്തോളേ. മറ്റേ കൈ കൊണ്ട് വരുന്നില്ല. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? പറ. സുഖാണോ? പഴമക്കാരും അമ്മമാരും ഒക്കെ പറയാറുണ്ടല്ലോ, കടുക് തറയിൽ പോവാൻ പാടില്ല, വീട്ടില് അടി ഉണ്ടാകുമെന്ന് കേസ്. മിക്കവാറും ഇപ്പൊ ഇതിന് അടി ഉണ്ടാവും. ഇതിപ്പോ കടുക് തറയിൽ പോകാതെ അടി ഉണ്ടാവും. ഇത് കൈ കയറുന്നില്ല കേട്ടോ. ഇത് ഇച്ചിരി ടഫ് പരിപാടി കേട്ടോ. ശരിയല്ല, പ്രത്യേകിച്ച് ഇത് കടുകും കൂടെ ആയതുകൊണ്ടേ. ഇല്ല, നിങ്ങൾക്ക് ഇതിനകത്ത് കടല ഇട്ട് തരാൻ പറഞ്ഞേ. ഇതാകുമ്പോ എളുപ്പമായിരുന്നല്ലോ. എന്റെ അരിയൊക്കെ തെറിച്ചു പോകുന്നു. അത് ഞാൻ ചോദിക്കട്ടെ, കടി എടുക്കുമ്പോ അരി കൂടെ പോകുന്നതിന് കുഴപ്പമുണ്ടോ? ഉണ്ടോ? അരി പോയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന ഫുള്ള് കടുക് എടുക്കണോ? ഇത് ഭയങ്കര പണിയാണ്. ഞാൻ വിജയിക്കാറായിരിക്കുന്നു. ഇത് കടുക് തീരുന്നില്ലല്ലോ. അരി പറക്കി എടുത്താ മതിയോ? കടുക് തളരരുത് രാമൻകുട്ടി, ഇവിടെ തീരാറായി. അരിക്കെല്ലാം ജീവൻ പറ്റുന്നു. ചാടിച്ചാടി പോകും. നിങ്ങളുടെ അരിയൊക്കെ പറഞ്ഞ് എന്റെ പ്ലേറ്റിലോട്ടാ വരുന്നത്. ആ അരിയുടെ പ്ലേറ്റ്, കടുകിന്റെ പ്ലേറ്റിൽ കടുക് മാത്രമേ കാണാൻ പാടുള്ളൂ. എനിക്ക് അതന്നെ എന്നോട് ഞാൻ പറയുമ്പോ, കാര്യം എന്റെ അകത്തല്ല നിന്റെ അരി കിടക്കുന്നു. പുറത്തു വാ. ഇത് കടുക് വേർതിരിക്കാൻ ഭയങ്കര പാടാ കേട്ടോ. ഇത് കൈ കിട്ടുന്നില്ല. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. അയ്യോ, അത് എടുക്ക്. അവിടെ ഒരു തോരന് പൊട്ടിക്കാനുള്ള കടുക് കിടപ്പുണ്ട്. എന്നിട്ട് എന്റെ അടുത്ത് എന്തി പറയുന്നത്? വേണ്ടേ? അരിയുണ്ട്, നാളെ ചോറ് വെച്ചത്. അങ്ങനെ ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഇച്ചിരി ടഫാ കേട്ടോ, കാരണം ഇതിനകത്ത് കടുക് കിടക്കുന്നേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി കൊണ്ടെന്തായാലും വേർതിരിക്കുക. അമ്മയ്ക്ക് കുപ്പിയിലിട്ട് കൊടുക്കാനുള്ള കടുക്. അപ്പൊ നമ്മുടെ മുമ്പത്തെ ടാസ്ക് പൊന്ന വിജയിച്ചു ഗൈസ്. വിജയിച്ചല്ല, ഞാൻ വിട്ടു കൊടുത്തതാണ്. കാര്യങ്ങൾ തോറ്റോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് കാരണം എന്തെങ്കിലും നമ്മൾ കൊടുക്കണമല്ലോ. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻപുട്ട് പൊന്നാക്ക് വേണ്ടി അങ്ങനെ ഞാൻ വീണ്ടും ജയിക്കുമെന്നുള്ള ഒരു പേടി കാരണം വീണ്ടും മുട്ടയിൽ കൂടെ എനിക്കോ?
ഇല്ല, എനിക്കോ? എനിക്ക് കാണുന്ന മുട്ട എന്റെ മുട്ടയാ നിങ്ങൾ. ഗൈസ് അപ്പൊ തന്നെ നമുക്ക് പറഞ്ഞേക്കുന്നത് പച്ച ഇത് മുട്ടയാണ്. പുഴുങ്ങിയ മുട്ടയല്ല, പച്ച മുട്ടയാണ്. ഇത് ഫസ്റ്റില് പൊട്ടിച്ച് വൈറ്റും തിന്നണം. യെല്ലോയും വേർതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ യെല്ലോ പൊട്ടാൻ പാടില്ല. എന്റെ പേര് തുടപ്പാതി ചേച്ചിടാ മുട്ടത്തോട് മഞ്ഞപ്പത് ഇനി എവിടെ ഇടും? മഞ്ഞ എവിടെ ഇടും കേസ്? മുട്ടത്തോട് ഞാൻ ടേബിളിലോട്ട് വെച്ചു കേസ്. വെള്ളം ഇപ്പൊ എന്റെ മഞ്ഞയും വരുമെന്ന് തോന്നിട്ട്. വെള്ളം വരുന്ന രസമുണ്ട് കേട്ടോ. മഞ്ഞ പൊട്ടിയോ? നിക്ക് ഒരു 2 യൂസ് ചെയ്യാൻ പാടില്ല. 2 യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ അത് കൈ യൂസ് ചെയ്യാൻ പാടില്ല. കൈയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. യെസ്, ഇല്ല ആ മുട്ടയിൽ വെള്ളമുണ്ട്. ഐ ഫിനിഷ്. അല്ല എന്റെ തന്നെ വെള്ളം. ഇതെന്താടാ ഇതിന്റെ വെള്ളം എന്ത് തീരാതെ? നിങ്ങളൊരു പൊട്ടത്തിന് കാര്യം, നിങ്ങളുടെ മഞ്ഞ ഇപ്പൊ പൊട്ടുമെന്ന് തോന്നുന്നു. ഞാൻ പക്ഷെ ഞാനിത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നു ഗൈസ്. കുറച്ച് വൈറ്റ് ഇതിലുണ്ട്, പക്ഷെ അത് നമുക്ക് മാറ്റാനായിട്ട് പറ്റത്തില്ല. തീർന്നു, കഥ പോകിയ ഒരാള് പൊട്ടിച്ച് എന്താ എന്റെ മുട്ട പൊട്ടി ഗൈസ്. ആയി വാ, അടിപൊളി. തരൂ, കെട്ടിക്ക് നല്ലോണം ചെയ്യാൻ അറിയാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ ഏതൊരു കുഞ്ഞുമാരും ഒരു അബദ്ധം പറ്റുമല്ലോ, അതുകൊണ്ട് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തു. അപ്പൊ ഈ റൗണ്ടിൽ ഞാൻ വിജയിച്ചിരിക്കുന്നത്. ഗൈസ് അപ്പൊ നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഞാനാണ് ജയിച്ചിരിക്കുന്നത്. മുട്ട പൊട്ടിക്കാൻ അറിയാത്തതിന്റെ മുട്ടയിൽ തോറ്റു പോയത് കൊണ്ട് പൊന്നെ ഔട്ടായി, ഇല്ലെങ്കിൽ ജയിച്ചനായിരുന്നു. അപ്പൊ ഞാനാണ് ജയിച്ചിരിക്കുന്നത് തോന്നുന്നു. നിങ്ങൾ അല്ലെങ്കിൽ നോക്കിയിട്ട് പറയാട്ടോ. എന്തും നോക്കണ്ടേ? നീ ജയിച്ചത് ഞങ്ങള് പറയണമായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യ്. ബൈ.